പ്രിയപ്പെട്ടവരെ, വർദ്ധിച്ചു വരുന്ന കോവിഡ് മഹാമാരി എത്രയും പെട്ടെന്ന് ശമിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളുടെ അടുത്തുള്ള എല്ലാ കോവിഡ് രോഗികളെയും ദൈവസന്നിധിയെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ഈ കോവിഡ് മഹാമാരി നമ്മിൽ നിന്ന് മാറുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കെടുക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ.
ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ലീഹന്മാരുടെ ഓർമ്മ ആചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. യോഗ്യനാരൂഴിയിൽ നാഥ നിന്റെ ഗേഹത്തിനുള്ളിൽ വസിക്കാം. യോഗ്യനാരൂഴിയിൽ നാഥ നിന്റെ മുറ്റത്തു കാലുകൾ കുത്താം. യോഗ്യനാരൂഴിയിൽ നാഥ നീതി മാത്രം പ്രവർത്തിച്ചിടുന്നു. മാലിന്യമേശാത്തമത്യൻ നീതി മാത്രം പ്രവർത്തിച്ചിടുന്നു. ആത്മാർത്ഥമായുള്ള സത്യം കൊണ്ട് ചിത്തം നിറയ്ക്കുന്ന മത്യൻ. ആത്മാർത്ഥമായുള്ള സത്യം കൊണ്ട് ചിത്തം നിറയ്ക്കുന്ന മത്യൻ. നിന്റെ ദൈവത്തിനുള്ളിൽ വസിക്കാം. നിന്റെ മുറ്റത്തു കാലുകൾ കുത്താം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക്
സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. ഒരു രാഷ്ട്രീയം കഴിഞ്ഞ കാലത്തെപ്പറ്റി, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചെന്നുള്ള കാലത്തെപ്പറ്റി ആകാശത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്തെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു പോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തി പ്രകടനം, ഭയാനക പ്രവർത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുന്നിൽ കാണിച്ചത്. നിങ്ങൾ പഠിപ്പിക്കാൻ ആകാശത്തു നിന്ന് തന്റെ സ്ഥലം നിങ്ങളെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തെരഞ്ഞെടുത്തു. അവിടുന്ന് തന്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ്
മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരുന്നു. ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭം മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങി മറഞ്ഞു പോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കും. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു,
ഇപ്പോൾ വീണ്ടുകിട്ടിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. രണ്ടായിരത്തി 8 ഏപ്രിൽ മാസം ഞാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ച് വിശുദ്ധ നാട് സന്ദർശനത്തിനായി പോയത് ഓർക്കുന്നു. അതിൽ കൈറോയിലെ വിമാനത്താവളത്തെ എത്തിയപ്പോൾ ഞങ്ങൾ 40 പേരൊരു പാക്കേജ് ടൂറിലാണ് പോയിരുന്നത്. അവിടെ 40 പേർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകാനുള്ളവർക്ക് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചി ഏതാനും സ്ത്രീകളുടെ ഒപ്പം തന്നെ പോവുകയുണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അമ്മച്ചിയെ കാണാനില്ല. കുറേ സമയം ഞങ്ങൾ കാത്തു നിന്നു. പിന്നെ പലരോടും ചോദിച്ചു, ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ആൾ കൂടെയുണ്ടായിരുന്നു, പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ. കൈറോ വിമാനത്താവളം വളരെ, നിങ്ങൾക്ക് പോയിട്ടുള്ളവർക്കറിയാം, വളരെ തിരക്കുള്ള ഒരു വിമാനത്താവളമാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലം. അവിടെ ഒരുപാട് അന്വേഷിച്ചിട്ടൊന്നും ഇങ്ങനെ ഒരാളെ കണ്ടെത്തിയില്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, അവിടെ അനൗൺസ് ചെയ്യിപ്പിക്കാം. പക്ഷെ അങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ അവർ കാര്യമായിട്ട് പറയില്ല. ഒരു പ്രാവശ്യം വേഗം പറഞ്ഞു പോയി. പക്ഷെ അവരുടെ ഭാഷയിലാണ് കൂടുതൽ പറയുന്നത്. മലയാളം മാത്രം നന്നായി അറിയാവുന്ന അമ്മച്ചിക്ക് യാതൊരു അനൗൺസ്മെൻറ്റുകളും മനസ്സിലാവില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വേവലാതി കൂടുതലായിരുന്നു. അങ്ങനെ കുറേ അധികം സമയം ഞങ്ങളുടെ ഗ്രൂപ്പ് മുഴുവൻ അമ്മച്ചിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള ഗൈഡായ മൈക്കിൾ കാര്യമറ്റത്തച്ഛൻ, ബൈബിൾ സ്കോളറായിരുന്ന അച്ഛൻ വേറൊരു ഫ്ലൈറ്റിൽ 1 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ അവിടെ എത്താനുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് എങ്ങനെയൊക്കെ ആൾ നടന്നു വരുന്ന സമയത്ത് ഈ അനൗൺസ്മെൻറ്റുകൾ കേട്ട് മനസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം അമ്മച്ചിയെ കാണുകയും അമ്മച്ചി ആകെ അങ്കലാപ്പിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആരുമില്ലാതെ ആകെ തളിച്ച് നടക്കുന്ന സമയത്താണ് അച്ഛനെ കണ്ടുമുട്ടിയത്. അങ്ങനെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഞാൻ തുളസിയാളിനോടൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ തുളസിയാളിനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ ഞാനും പ്രാർത്ഥിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ അല്പസമയത്തിനുള്ളിൽ കണ്ടെത്തിയെന്നാണ് കഥ. ഇന്ന് പറഞ്ഞത്, നഷ്ടപ്പെടാത്തവരായി നമ്മുടെ ജീവിതത്തിൽ ആരുമില്ല. പലതരത്തിലുള്ള നഷ്ടങ്ങൾ സഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്നേഹിച്ച മാതാപിതാക്കൾ, സ്നേഹിച്ച മക്കൾ, അതോടൊപ്പം തന്നെ നമ്മൾ സ്നേഹിച്ച നമ്മുടെ ബന്ധുമിത്രാദികൾ, വളരെ പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ കരുതിയ ചില വ്യക്തികളൊക്കെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈമോശം വന്നു പോയിട്ടുണ്ട്. നഷ്ടപ്പെടലുകളുടെ കണക്കില്ലാത്ത വ്യക്തികളില്ല. അത് വസ്തുക്കളായാലും ബന്ധുക്കളായാലും. അതോടൊപ്പം തന്നെ രോഗം വന്ന് ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ, സമ്പത്ത് ഏതോ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകൾ. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ജോലികൾ നഷ്ടമായ സാഹചര്യങ്ങൾ, അങ്ങനെ എന്തെന്നില്ലാതെ അന്താളിച്ച് നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. നഷ്ടപ്പെടലുകളുടെ കണക്കുകൾ നമ്മൾ ചിലപ്പോഴെങ്കിലും എടുത്തു നോക്കുമ്പോൾ ആ ഒരു സമയത്ത് നമുക്കതൊരു വലിയ നഷ്ടമായി കണക്കാക്കിയ നിമിഷങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം മുഴുവൻ കാണാതായ ചില കാര്യങ്ങളുടെ അധ്യായമാണ്.
ഒന്നാമതായി അജ്ഞത കൊണ്ട് ആട് നഷ്ടപ്പെട്ട വ്യക്തി, അതോടൊപ്പം തന്നെ അശ്രദ്ധ കൊണ്ട് നാണയം നഷ്ടപ്പെട്ട വ്യക്തി. ഇതൊക്കെ ധൂർത്തപുത്രൻ്റെ ഉപമയുടെ മുമ്പായി നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, പിന്നീടാണ് മൂന്നാമതായിട്ടാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. പക്ഷെ ഞാൻ അതിശയിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് മറ്റു രണ്ടും കാണാതായതെന്നും മൂന്നാമത് ധൂർത്തപുത്രൻ്റെ ഉപമ എന്നും പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ആടും നാണയവുമൊക്കെ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും ആട് അതിൻ്റെ യജമാനെ അന്വേഷിച്ച് വരാറില്ല. അശ്രദ്ധ കൊണ്ട് നാണയം നഷ്ടപ്പെട്ടാൽ നാണയം ഒരിക്കലും യജമാനെ അന്വേഷിച്ച് വരാറില്ല. യജമാനന്മാർ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് പതിവ്. പക്ഷെ മൂന്നാമത്തെ ധൂർത്തപുത്രൻ്റെ ഉപമ കാണാതായ പുത്രൻ്റെ ഉപമ എന്നല്ല പറഞ്ഞത്, ധൂർത്തപുത്രൻ്റെ ഉപമ എന്ന് മാത്രമാണ്. അവിടെ മകനാണ് അപ്പനെ അന്വേഷിച്ച് ചെല്ലുന്നത്. അപ്പൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്നെങ്കിലും അവൻ വരുമെന്ന ആഗ്രഹത്തോടെ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവിൻ്റെ ചിത്രമാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ നമ്മൾ കാണുക. മകൻ മാനസാന്തരപ്പെട്ട് തിരിച്ചറിഞ്ഞ് വരുന്ന അവസ്ഥയാണ് നമ്മൾ അവിടെ കാണുക. വിശുദ്ധി നഷ്ടപ്പെട്ട്, സ്നേഹം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ കൈമോശം വന്ന പല അവസ്ഥകളെക്കുറിച്ചുമാണ് പലപ്പോഴും ഈ ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. പ്രത്യേകിച്ച് പാപം ചെയ്ത് അകന്നുപോയ വ്യക്തികളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. നമുക്കറിയാം, പാപം ചെയ്തു പോകുമ്പോൾ ഈ ധൂർത്തപുത്രനെ അപേക്ഷിച്ച് നമ്മൾ പ്രത്യേകമായി കണക്കാക്കുമ്പോൾ ഒന്നാമതായി ഉണ്ടാകുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ അപ്പനിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകൾ പാപം ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും അവൻ്റെ ബന്ധത്തിൽ നിന്നും നമ്മൾ പതുക്കെ അകന്നു പോകുന്നു. പഴയ നിയമത്തിൽ ആദിമാതാക്കൾ, ആ മാതാപിതാക്കളൊക്കെ അനുഭവപ്പെടുന്ന ഇത് തന്നെയാണ്. പാപം ചെയ്തു പോയപ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവായ ദൈവം അവർക്ക് നഷ്ടപ്പെടുന്നു. രണ്ടാമതായി സംഭവിക്കുന്നത് സുബോധം നഷ്ടപ്പെടുകയാണ്. ദൈവത്തിൽ നിന്നകന്ന് പാപത്തിൻ്റെ ജീവിതം നയിക്കുന്ന മനുഷ്യർക്കൊക്കെ സംഭവിക്കുന്നതും ഈ സുബോധം നഷ്ടപ്പെടുന്ന അനുഭവമാണ്. സുഖങ്ങളുടെ നടുവിൽ, സമ്പത്തുകളുടെ നടുവിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ആവശ്യമില്ലെന്ന് ചിന്തിച്ച് സുഖങ്ങളുടെ നടുവിൽ പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ ഈ സുബോധം നഷ്ടപ്പെടും. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന അവസ്ഥാവിശേഷം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ട കൂടത്തായി സംഭവങ്ങളും സ്വപ്നയുടെ വിശേഷങ്ങളും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഓരോന്നും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്കൊക്കെ അവർ സ്നേഹിച്ചിരുന്ന ദൈവത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിലെ മാതൃസകളും നഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടി എങ്ങനെയൊക്കെയോ അവസാനം പിടിക്കപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ സുബോധത്തോടു കൂടിയായിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളൊക്കെ മനസ്സിലാക്കാനും ഓർമ്മിക്കാനും അതോടൊപ്പം തന്നെ തിരിച്ചറിവുകളിലേക്കൊക്കെ വരുന്ന ഒരു കാലഘട്ടം. മൂന്നാമതായി സംഭവിക്കുന്നത് തൻ്റെ തനിമ നഷ്ടപ്പെടുകയാണ്. താൻ എവിടെയാണെന്നുള്ള ചിന്ത ചിലപ്പോഴും നഷ്ടപ്പെട്ട് പന്നികളുടെ ഇടയിലേക്ക് പോലും പോകുന്ന അവസ്ഥ, മ്ലേച്ഛതകളിലേക്ക്, പലപ്പോഴും അരുതാത്ത ബന്ധങ്ങളിൽ ഉഴറി അറിയാത്ത ചില അവസ്ഥാവിശേഷങ്ങളിൽ ഉൾപ്പെട്ട് ഒരിക്കലും വീണ്ടെടുക്കാൻ പോലും പറ്റാത്ത തനിമയുടെ വാക്യപത്രങ്ങളാകുന്ന അവസ്ഥാവിശേഷങ്ങൾ. ദൈവമക്കളുടെ സ്ഥാനമെന്ന അവസ്ഥ മാറി നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പിന്നീട് ഒരു വലിയ മ്ലേച്ഛതയുടെ അവസ്ഥാവിശേഷത്തിലേക്ക് മാറിപ്പോകുന്നതാണ് മൂന്നാമത്തെ ഘട്ടം. ധൂർത്തപുത്രന് സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. താൻ എവിടെയാണെന്നോ താൻ എന്താണ് ചെയ്യുന്നതെന്നോ അറിയാതെ പന്നികളുമായി മത്സരത്തിലേർപ്പെടുന്ന ഒരു ധൂർത്തപുത്രൻ. തിരിച്ചുവരവിനുള്ള ഒരുപാട് സാധ്യതകൾ യേശുനാഥൻ നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും അതിന് ആദ്യഘട്ടമായി നമ്മളോട് യേശുനാഥൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന് തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവം ഏറ്റവും ആദ്യം അവരോട് ചോദിക്കുന്ന
ഒരു ചോദ്യമുണ്ട്, നീ എവിടെ? നീ എവിടെയാണ്? അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണ് ഇരിക്കുന്നത് ദൈവത്തിന് കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ അവൻ ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആഴങ്ങളുണ്ടായിരുന്നു. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എവിടെയാണ്? നീ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അനുഭവമുണ്ടോ എന്ന് നമ്മളോട് ഓരോരുത്തരും ദൈവം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പലപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെയൊക്കെ കുദാശാ ജീവിതം മതി എന്നൊക്കെ ചിലപ്പോഴെങ്കിലും അറിയാതെ ചിന്തിച്ചു പോയി അലസതയിൽ മുന്നോട്ട് പോകുന്ന നമ്മളോട് ഓരോരുത്തരും ചിലപ്പോൾ ദൈവം ചോദിക്കും, നീ ഇപ്പോൾ എവിടെയാണ്? നിന്റെ അവസ്ഥ എന്താണ്? നിന്റെ മനസ്സിൻ്റെ അവസ്ഥയാണ് എന്താണ്? നിന്റെ ആത്മീയമായിട്ടുള്ള നിന്റെ ഗതി എന്താണ് എന്ന് പലപ്പോഴും ചോദിക്കുന്ന അനുഭവമാണ് നീ എവിടെ എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അബദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലും നമ്മുടെ ബന്ധങ്ങളിലുമൊക്കെ ഉഴറുമ്പോൾ, നമ്മുടേതായിട്ടുള്ള തഴക്ക ദോഷങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യേശുനാഥൻ പറയുന്നത്, നിന്റെ പാപത്തിൻ്റെ സാഹചര്യങ്ങളെ നീ ഒഴിവാക്കിയാൽ മാത്രമേ പാപത്തിൽ വീഴാതിരിക്കുകയുള്ളൂ. നിന്റെ ആയിരിക്കുന്ന അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കി ആ സാഹചര്യങ്ങളെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ നീ ഒരു വലിയ പടുക്കെണിയിലേക്ക് വീഴുമെന്ന് ഈശോ നമ്മ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ നമ്മൾ എവിടെയായിരുന്നെന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പന്നിക്കുഴികളിൽ നിന്ന് മുന്നോട്ട് വന്ന് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുക. മൂന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട തിരിച്ചുവരവിൻ്റെ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മയുണ്ടായിരിക്കണം. നിന്റെ ജീവനും ജീവിതവും നൽകിയ, നിന്നെ ഇതുവരെയും എത്തിച്ച ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അനുരണനങ്ങൾ നിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി ആ ഓർമ്മയിൽ ജീവിക്കുക എന്നുള്ളതാണ് തിരിച്ചുവരവിൻ്റെ മൂന്നാമത്തെ ഒരു സാധ്യത. ക്ഷമയോടെ സ്നേഹത്തോടെ നിന്നെ കാത്തിരിക്കുന്ന നല്ലൊരു സ്നേഹത്തിൻ്റെ പിതാവുണ്ടെന്നുള്ളൊരു ബോധം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നിന്റെ ജീവിതം ഏറ്റവും സാക്ഷാത്കരിക്കപ്പെടുന്നത്. ബെനഡിക്ട് മാർപ്പാപ്പ ദൈവസ്നേഹത്തെ വിശേഷിപ്പിക്കുന്നത് അമ്മയുടെ നെഞ്ചോട് ചേർത്ത് അണയ്ക്കുന്ന ഒരു കുഞ്ഞിൻ്റെ സ്നേഹത്തോടാണ്. അത്രമാത്രം സ്നേഹത്തോടെയാണ് ദൈവം നിന്നെ വാരി പുൽകുന്നത്. പക്ഷെ പലപ്പോഴും ആ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിലേക്കും നമ്മുടേതായിട്ടുള്ള പാപങ്ങളിലേക്കുമൊക്കെ, ഇഷ്ടങ്ങളുടെ ആത്മാർത്ഥതകളിലേക്കൊക്കെ പോയപ്പോൾ ദൈവം നിനക്ക് ഏതോ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് ഈശോ നമ്മോരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം ഒരുപാട് സ്വാതന്ത്ര്യം നമുക്ക് നൽകാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവനൊക്കെ പാപത്തിൻ്റെ അവസ്ഥയിലും എന്തൊക്കെയോ ജീവിതത്തിലൊക്കെ ഉഴറി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നത് എന്നൊക്കെ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവനും അവളൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നത്? ദൈവം എപ്പോഴും സ്വാതന്ത്ര്യം അനുവദിക്കുന്നവനാണ്. ഒരുപാട് സ്വാതന്ത്ര്യം തന്ന് നിന്റെ ജീവിതത്തിൽ ഒരുപാട് നിന്നെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്നേഹം പലപ്പോഴും തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ആദവും ഹവ്വയും ഇതുപോലെ തന്നെ ഒരുപാട് സ്നേഹത്തിൻ്റെ ഒരു പൂന്തോട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ പാപം ചെയ്തപ്പോഴാണ് അവർക്ക് ദൈവത്തെ നഷ്ടപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഹനിക്കൽ അവിടെ സംഭവിക്കുമ്പോൾ അവർക്ക് പൂന്തോട്ടം നഷ്ടപ്പെടുന്നു. ദാവീദിൻ്റെ സംഭവം നമുക്കറിയാം. ബത്ശബയെ മോഹിച്ച് അവൾക്ക് വേണ്ടി തൻ്റെ ജീവിതവും സ്ഥാനമാനങ്ങളുമൊക്കെ പരിത്യജിച്ചപ്പോൾ അവൻ്റെ ജീവിതം അധപതിക്കുന്നു. സോളമൻ്റെ ജീവിതം വിഗ്രഹാരാധനയിലേക്ക് വഴിമാറിയപ്പോഴും ദൈവം ആദ്യമൊന്നും പറഞ്ഞില്ല. അങ്ങനെ പഴയ നിയമത്തിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നുണ്ട്. യൂദാസ് 30 വെള്ളിക്കാശുകളുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ, അതുവരെയും ജീവിച്ച ക്രിസ്തുവിനെ അവൻ തള്ളിപ്പറയുന്നുണ്ട്, ഒറ്റിക്കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നിന്നെ സ്നേഹത്തോടെ നോക്കുന്നവനാണ്. 3 പ്രാവശ്യം അവനെ നോക്കി അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അവൻ ആഴത്തിൽ കണ്ണുകളെറിഞ്ഞ് കാത്തിരിക്കുന്നവനാണ് ക്രിസ്തു. നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്
അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒരു വലിയ അനുഭവത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വലിയ കാത്തിരിപ്പിൻ്റെ അനുഭവം, കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അനുഭവം നമ്മൾ ഒരുപാട് ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഉദാഹരണമാണ് അബ്രാഹാം. കടലിലെ മണൽത്തരികളെ പോലെ നിനക്ക് സന്താനങ്ങളെ ഞാൻ തരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ വർഷങ്ങളോളം കാത്തിരുന്നപ്പോൾ അബ്രാഹത്തിന് സന്താനങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. 40 വർഷം അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു വലിയ അനുഭവം കൊടുത്തുകൊണ്ട് അവരെ കാനാൻ ദേശത്തേക്ക് യാത്രയാകുന്നുണ്ട്. 40 വർഷം അവർ കാത്തിരുന്നു. മോനിക്ക പുണ്യവതിയെ നമുക്കറിയാം, തൻ്റെ മകൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 30 വർഷം കാത്തിരുന്ന ഒരു അമ്മ. ഭൂമിയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള കാത്തിരിപ്പിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പൂവ് പലപ്പോഴും വിടരുന്നത് നോക്കി ചെടി കാത്തിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ വിത്ത് വിതച്ച് കുറേ നാൾ കാത്തിരിക്കുമ്പോഴാണ് അത് മുള പൊട്ടുന്നത്. കർഷകൻ്റെ ഒരു സ്വപ്നമാണ്. ദൈവത്തിൻ്റെ സ്വഭാവം അത് തന്നെയാണ്. ഒരുപാട് കാത്തിരിക്കുന്നു. കളകളും കൂടി ഒരുമിച്ച് വളരട്ടെ എന്ന് കൃഷിക്കാരൻ പറയുമ്പോൾ കൃഷിക്കാരൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. വിത്തുകളോടൊപ്പം കളകളും വളർന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവസാനം അതിനെ കൊയ്തെടുക്കാം എന്ന് പറയുന്ന കൃഷിക്കാരൻ്റെ മനോഭാവം. ഇങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകളുമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രമാണ് ധൂർത്തപുത്രനിൽ നമ്മൾ കണ്ടുമുട്ടുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ഇതുപോലെ അനുഭവങ്ങളുണ്ട്. മനോഹരമായ കറിയും തോരനുമൊക്കെ ഉണ്ടാക്കി വെച്ച് ഭർത്താവ് നല്ല വാക്ക് പറയുമെന്ന് കാത്തിരിക്കുന്ന ഭാര്യയുണ്ട്. പലപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ തെറ്റിദ്ധാരണകളുടെ നടുവിൽ ഭാര്യ തന്നെ മനസ്സിലാക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പലപ്പോഴെങ്കിലും മനസ്സിലാക്കാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാത്തിരിപ്പിൽ നിന്ന് വിപരീതമായ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നമ്മളൊക്കെ അകന്നു പോകുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തിൻ്റെ കാത്തിരിപ്പുകൾക്ക് പറയുന്ന പേരാണ് പിതാവായ ദൈവം. ആ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വളർന്നു വരാം. ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിക്കാൻ വേണ്ടി അവനിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അവനിലേക്ക് നമുക്ക് അടുക്കാം. ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോട് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവുള്ള പങ്കാളികളാകാനുള്ള എന്റെ ജനത്തിന് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ ആഘോഷങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും ഭരണവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ പിതാവും പ്രദർശനമായ മാർ ബോസ്കോ മെത്രാനെയും മറ്റുള്ള മെത്രാന്മാരെയും മുന്നിലേക്ക് നടന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകരാജ്യത്തിന് സാക്ഷികളായി തീർന്ന വിഷയായി ലോകത്തിൽ നൽകിയിരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ജലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. തിരുമേനിടം
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. വിജയമരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീമായി തലക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പത്രികസ്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. വിശ്വാസമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം പഠിച്ച് ഈ ലോകം വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, വിഷയസ്ഥലത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അടുത്ത വിശ്വാസത്തിനും കൂടെ നന്ദി പറയുകയും അടുത്ത വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവിൽ നിന്ന് എവിടെ അനുസരിക്കുന്നതിനെ സുരക്ഷിക്കുകയും ഭയഭക്തിമാർ രഹസ്യങ്ങൾക്ക് ദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാതൃസം വഴി സമാധാനം സമ്മതത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ശബ്ദരായി ഏകാഗ്രവും ഭക്തരും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും
താതൻ സഹവാസവുമീ നമ്മോട് തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായി നീക്കി ഞങ്ങൾ ഓശാന ഗീതികൾ ആലപിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായ കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടി പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടിയും ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ, ആരെല്ലാം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളോട് വിരോധമുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വെറുപ്പുള്ളവർക്ക് വേണ്ടിയും കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്ക് വേണ്ടിയും വിവാഹപ്രായമെത്തിയിട്ടും വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത യുവതി യുവാക്കൾക്ക് വേണ്ടിയും
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, എല്ലാ ഗർഭിണികൾക്കും വിധവകൾക്കും ഏകസ്ഥർക്കും വേണ്ടി, അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തി നയിക്കണേ. ഇടുങ്ങിയ വാതിലുകൾ തിരഞ്ഞെടുക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയുടെ പാതയിലൂടെ നയിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് തലകുനിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരും അശുദ്ധരുമാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ,
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുവാദമുള്ള ക്ഷണത്തോടെ അപരാധം എന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും കാമനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കലങ്ങളും പടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഉദ്ദേശം നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരേ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും നിയമമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുചേരാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാജയത്തിന് സ്തുതിയും സമർപ്പിക്കാം. പൗർണമിയുമായ ദാനത്തെക്കുറിച്ച് കർത്താവേ നീക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്യം. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, അങ്ങയുടെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്യം. ദൈവമേ, ഞങ്ങളീ പൂജയാളെ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണേ. ദൈവത്തിൻ ജനമേ, പൂജയെന്നും നമ്മിൽ പ്രസാദം ചുരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീതിയിൽ വിരിഞ്ഞു വിരിഞ്ഞിടട്ടെ. പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊഴിഞ്ഞിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ? നിത്യപുരോഹിതനായ ഈശോ, അങ്ങേദാസനായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. നനയുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുതല പരിചരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോക വസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമർത്ഥങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും ഫലത്തിന് സൗഭാഗ്യത്തിന്റെ മകളവുമായി തീരട്ടെ. ഇങ്ങയോടുകൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചതുക്കുവാനും അവർ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷകരെയും ലോകരക്ഷകനായ ഈശോ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ